മദർസയിൽ 6ാം ക്ലാസ് വരെ പോയ ഒരാളാണ്. പക്ഷെ മദർസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ നാങ്കളെ കുപ്പയിൽ നട്ടൊരു തൃത്ത പൂവല്ലേ നിങ്കടെ ദേവനുമാല. നാങ്കടെ കുപ്പയിൽ നട്ടൊരു വാഴ പഴമല്ലോ നിങ്കടെ ദേവനു പൂജ. നാങ്കളെ കുത്തിയാലും കിട്ടുന്നു ചോര, നിങ്ങളെ കുത്തിയാലും കിട്ടുന്നു ചോര. പിന്നെന്തിനി ചൊവ്വർക്കുലം വിശക്കുന്നു, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. എന്താ ചെയ്യാ, കുറെ ആൾക്കാർ കുറെ ചെയ്തു നോക്കും, കുറെ ബിഗ് ബോസ് പോവും, കുറെ അവിടെ പോവും ഇവിടെ പോവും. എന്താ ചെയ്യണത് ആരും മനസ്സിലാക്കുന്നില്ല. ദാറ്റ് മീൻസ് ദേ ഡോണ്ട് ഹാവ് സഫിഷ്യൻറ്റ് റീച്ച് കിട്ടുന്നില്ല. കുറേ നോക്കി, എന്താ ചെയ്യുക, റീച്ച് കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ. അപ്പോൾ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഈ പാവപ്പെട്ട അടിയൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. അവരുടെ ജീവിതത്തിലെ ആ പ്രയാസങ്ങളൊക്കെ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ റീച്ച് ഒരു വൻ വിജയമാക്കി നൽകണമെന്നും അവരുടെ ചാനൽ സൂപ്പറാക്കണമെന്നും അവരെ വിവിധ തരത്തിലുള്ള ഉദ്ഘാടനങ്ങൾക്ക് ക്ഷണിക്കണമെന്നും വളരെ സ്നേഹപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് അറിയോ, ഇങ്ങനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആൾക്കാരുടെ പേര് നമുക്ക് ഇവിടെ വേണ്ടല്ലേ, വെളിപ്പെടുത്താം. അവരോടൊക്കെ ഒന്ന് പറഞ്ഞാൽ അവർ പിന്നെ അവരുടെ ആ ലൈനിലേക്ക് ഇങ്ങനെ കയറ്റി നമ്മൾ ആരിഫ് ഹുസൈനൊക്കെ പറ്റും. അങ്ങനത്തെ കുറച്ച് ആൾക്കാർ, അതുപോലെ തന്നെ ആ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അങ്ങനെ കുറച്ച് ആൾക്കാരോട് പറഞ്ഞാലേ അതിനുള്ള മുതൽ സാരല്ലേ പറയണത് വെച്ചിട്ട് നോക്കാം. അപ്പം ഒന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും സാഗുതം ശ്രദ്ധയോടെ കേൾക്കണം. അരിയും മലരും വെച്ച് അത് വേണ്ട അത് വെക്കണ്ട. മദർസയിൽ 6ാം ക്ലാസ് വരെ പോയ ഒരാളാണ്. പക്ഷെ മദർസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ 6ാം ക്ലാസ് വരെ പോയിട്ടുണ്ട്. ഗ്രേറ്റ്, മാഷാ അല്ലാ. 6ാം ക്ലാസ് വരെ പോയാൽ കുളിയുടെ ഫറല് എത്ര, നോമ്പിന്റെ ഫറല് ഷർത്ത് എത്ര, നിസ്കാരത്തിന്റെ ഫറല് എത്ര, ആകെ പഠിക്കുക. അതൊന്നും പഠിക്കില്ല. യാസീനൊക്കെ പഠിക്കുക 6ൽ. അവർക്ക് 6ാം ക്ലാസ് പഠിച്ചിട്ട് പറയുമ്പോഴേ പഠിക്കാനുള്ള കല ഉണ്ടെങ്കിലല്ലേ എന്നിട്ട് ദേഷ്യം വരുത്തേ. എന്താ ദേഷ്യം കാത്താത്ത. മദർസയിൽ 6ാം ക്ലാസ് വരെ പോയ ഒരാളാണ്. പക്ഷെ മദർസയിൽ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പൊ എനിക്ക് ആലോചിക്കുമ്പോ ദേഷ്യമൊക്കെ വരും. അപ്പോ അത് തിരിച്ചറിവുകളാണ്. ഓരോ സിറ്റുവേഷൻ, ഓരോ സ്റ്റേജിൽ നമ്മള് ലോകം കാണാന്ന് പറയില്ലേ, അപ്പടിയാ കാണുക അറിയുക, ഏതാ ഈ ലോകം, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണെങ്കിൽ ഒരു പൊട്ടക്കിണറ്റിലാ കിടക്കുന്നത്, അവര് അതിന് വെളിയിൽ വരാൻ തയ്യാറല്ല. മദ്രസ പോയൊരു യു മീൻ അവരൊരു പൊട്ടക്കിണറ്റിൽ കിടക്കുന്നു